നമസ്കാരം. സംഘർഷങ്ങളാൽ സമൃദ്ധമാണ് വിലായത് ബുദ്ധ. ചന്ദനമരങ്ങൾക്കിടയിലെ രത്നം എന്നുള്ളതാണ് വിലായത് ബുദ്ധയ്ക്ക് വിളിക്കപ്പെടുന്ന വിശേഷണമെന്ന് ഈ കൃതി വായിച്ചവർ, ഈ നോവൽ വായിച്ചവരൊക്കെ ഒന്നടങ്കം പറയുന്നുണ്ട്. സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ് തിരശ്ശീലയിലേക്ക് വരികയാണ് നവംബർ 21. എന്നോടൊപ്പം വിലായത് ബുദ്ധയുടെ വിശേഷങ്ങൾ സംസാരിക്കാൻ പ്രിയമത കൃഷ്ണത്തെയാണ്. ഹൈ പ്രിയ. ലുക്കിംഗ് സോ ഗോർജിയസ്. താങ്ക് യു. നല്ല ക്ഷീണമുണ്ടായിരിക്കും രാവിലെ ഇന്റർവ്യൂസ്. കള്ളം പറയുന്നതിലുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇപ്പം ഈ സിനിമ മലയാളികൾക്കിടയിൽ ഒരുപാട് ഇമോഷണൽ റൈഡുള്ള ഒരു സിനിമയാണ്. അനൗൺസിങ് ഇറ്റ് ഫ്രം 2020 സച്ചിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് വരുന്നു. ആ സിനിമയ്ക്ക് മേൽ അപ്പോൾ തൊട്ടേ ഒരുപാട് ചർച്ചകൾ നിൽക്കുന്നു. ആഫ്റ്റർ 5 years സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നു. ഹൗ വാസ് ദി എൻറ്റയർ ജേർണി ബീൻ? ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള ഫ്രം ദ ഫിൽമിംഗ് പ്രോസസ്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരെ? ഹൗ വാസ് യുവർ ജേർണി? സോ ഞാൻ ആക്ച്വലി പ്രോജക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഐ തിങ്ക് 2022 ആ ഒരു സമയമായിരിക്കും. എന്നെ ജയൻ ചേട്ടനാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്, നമ്മുടെ ഡയറക്ടർ ജയൻ നമ്പ്യാർ. എന്നെ വിളിച്ച് കഥ പറഞ്ഞു. പിന്നെ ഞാൻ കഥ വായിച്ചു, ചെറുകഥ വായിച്ചു, സ്ക്രിപ്റ്റ് വായിച്ചു. അയ്യോ ഗംഭീര കഥ, എന്തൊരു കഥ! ഇന്ദുഗോപൻ സാറിൻ്റെ ഇന്ദുചേട്ടൻ്റെ കഥകളൊക്കെ ഒരു ഭയങ്കര പെക്യുലർ ആയിട്ടുള്ള കഥകളാണ്. ആൻഡ് ഇതും ഒരു വേറെ തന്നെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും, ബട്ട് വെരി റൂട്ടഡ്. ആൻഡ് ഞാൻ ചെയ്യുന്ന കഥാപാത്രം ചൈതന്യം. അടിപൊളി ഒരു കഥാപാത്രം, എന്ത് രസമുള്ളൊരു കഥാപാത്രം. നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ കൊതിച്ചു പോകുന്ന തരം ഒരു കഥാപാത്രമാണ് ഈ സിനിമയും. അപ്പോൾ എനിക്ക് ദ ഹോൾ ജേർണി എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കിൽ എൻ്റെ ഒരു മെയിൻ ഇമോഷൻ വാസ് ഗ്രേറ്റ്ഫുൾനെസ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. അതായത് ആരും കൊതിക്കുന്ന ഒരു സിനിമയും ആരും കൊതിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണിത്. അത് എന്നിലേക്ക് വന്നു. എന്തോ ഒരു ഭാഗ്യം. ജയൻ ചേട്ടൻ എപ്പോഴും എൻ്റെ ആദ്യത്തെ പടം കണ്ടു. പിന്നെ അത് ചിലപ്പോൾ ഇതായിട്ട് റിലേറ്റ് ചെയ്തു, കാസ്റ്റ് ചെയ്യാൻ തോന്നി. ഒരു 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 ബിഗ് ജേർണി ആയിരുന്നു എന്തായാലും. ഫ്രം ദാറ്റ് ടു ഈ റിലീസ് ഡേറ്റ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു വലിയൊരു ജേർണി ആയിരുന്നു. ബട്ട് അതൊരു ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ഈ വിലായത്ത് ബുദ്ധ ഒരു മോർ ദാൻ എ ഡ്രീം കം ട്രൂ ആണ്. ഇതിപ്പോൾ ഞാനല്ല ചെയ്തിരുന്നെങ്കിൽ, ഞാനിതൊരു ജസ്റ്റ് ആസ് എൻ ആക്ടർ ഓർ എൻ ഓഡിയൻ്റ് ആണ് ഞാൻ ഈ സിനിമ സ്ക്രീനിൽ കാണുന്നെങ്കിൽ, ചില സിനിമകൾ കണ്ടിട്ട് നമ്മൾ ആഗ്രഹിക്കില്ല ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ചിലപ്പോൾ ഞാൻ വിലായത്ത് ബുദ്ധയും ചൈതന്യം എന്നുള്ളൊരു ക്യാരക്ടർ കണ്ടാൽ ഞാൻ അത് ചിലപ്പോൾ ആഗ്രഹിച്ചു എന്ന് വരില്ല. കാരണം ഇറ്റ്സ് സോ ഹ്യൂജ്. ബിയോണ്ടെന്ന് തോന്നിപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നും ആ ആക്ടറിന് എന്തൊരു ഭാഗ്യമാണ്, എന്ത് കഥാപാത്രമല്ല, ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. അല്ലാണ്ട് ഒത്തിരി സാധനം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇറ്റ് ബിയോണ്ട് ആണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്റ്റിനെ കൂടെ ബിഗർ ദാൻ മൈ ഡ്രീംസ്, മോർ ദാൻ എ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അത് ബുക്ക് വായിച്ചവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലായിരിക്കും ഞാൻ എന്താണ് ഇതിങ്ങനെ പറയുന്നത്. സിനിമ കാണുമ്പോഴും അത് മനസ്സിലാവും. ആൻഡ് ഐ ഡോണ്ട് നോ, ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഒറ്റ ദിവസം പോലും, ഞാനത് വെറുതെ ഓവറാക്കി പറയുന്നതല്ല, ബട്ട് എവ്രി ഡേ ഷൂട്ടിന് വേണ്ടി എണീക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഗ്രേറ്റ്ഫുൾനെസ് ആയിരിക്കും. നമ്മൾ ആരോടൊക്കെയോ നന്ദി പറയുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ഒരു റിയാലിറ്റി, ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുകയാണ്. ഞാൻ ഇന്ന് പോയി ചൈതന്യത്തിൻ്റെ കോസ്റ്റ്യൂം മേക്കപ്പ് ഇട്ടിട്ട് ഈ കഥയിൽ ചൈതന്യം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. ആൻഡ് ജസ്റ്റ് വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. കണ്ണില് വ്യക്തമാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഈ ബുക്ക് വായിച്ചൊരു വ്യക്തിയായതുകൊണ്ട് അതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്നെ പോലെ ബുക്ക് വായിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പലതും ഇപ്പോൾ ബുക്ക് അഡാപ്റ്റേഷൻസ് ആയിട്ട് സിനിമകൾ വരുമ്പോൾ ചില കഥകൾ മാറ്റാറുണ്ട്, ചില സീക്വൻസസ് മാറ്റാറുണ്ട്. ഹൗ ഇസ് ദിസ് ബീൻ? ഞാൻ കേട്ടത് ഇതിന്റെ ക്ലൈമാക്സ് ആ ബുക്കിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. കുറച്ച് മാറ്റങ്ങളുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് ബാക്കി റീഡേഴ്സിനെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന രീതിക്കുള്ള മാറ്റമല്ല. വായിച്ച ആൾക്കാർക്ക് ക്ലൈമാക്സ് കാണുമ്പോൾ തീരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നില്ല. ഇല്ല, അങ്ങനത്തെ മാറ്റമല്ല. അല്ല, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇതുപോലെ ഇപ്പം ഒരു ബുക്ക് വായിക്കുന്നതും സിനിമയും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ബുക്ക് ഇപ്പം പ്രിയ ചിന്തിച്ചതുപോലെ ആയിരിക്കില്ല എൻ്റെ ഒരു വേൾഡ് ചിന്തിക്കുക. അപ്പം പലരുടെയും വേൾഡ് വിഷൻ ഇപ്പം ജയൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഫ്രം
ദ റീഡേഴ്സ് പെർസ്പെക്റ്റീവ്, പിന്നീട് ഇത് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഹൗ സാറ്റിസ്ഫൈങ് ഇറ്റ് വാസ് ഫോർ യു ആസ് എ പെർഫോമർ. ഞാൻ വായിച്ച അതേപോലെയാണോ ഇത് ഷൂട്ടിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ ഈച്ച് സീൻ എടുക്കുമ്പോഴും. ഹൗ ഇസ് ദാറ്റ്? എപ്പോഴും ഒരു ചലഞ്ചാണ്. നമ്മൾ ഒരു ബുക്ക് സിനിമയാക്കുമ്പോൾ ഒരു ബുക്കിലുള്ള കഥാപാത്രം നമ്മൾ അതിനൊരു രൂപം ശബ്ദം കൊടുക്കുമ്പോൾ ഭയങ്കര ചാലഞ്ചിങ് ആണ്. സ്പെഷ്യലി എൻ്റെ അച്ഛൻ ഒരു റൈറ്ററും കൂടിയാണ്. എൻ്റെ അച്ഛൻ ഭയങ്കര പാഷനേറ്റ് അബൌട്ട് റൈറ്റിംഗ് ആണ്. സോ ജോലി കൂടാണ്ട് ഹി റൈറ്റ്സ് ഓൾസോ. സോ ചെറുപ്പം തൊട്ട് ഞാൻ വളരെയധികം വായനാശീലം എവിടെയോ എനിക്ക് ഡെവലപ്പായി പോയി ബിക്കോസ് ഓഫ് ഡാഡ്. ആൻഡ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായിച്ച ബുക്കുകൾ സിനിമയാവുമ്പോൾ ഞാൻ ഭയങ്കര സൂക്ഷിച്ചൊക്കെ ഞാൻ സിനിമ കാണും. അതായത് ഞാൻ ഇമാജിൻ ചെയ്ത സാധനം തന്നെയാണോ, ഞാൻ ഇങ്ങനെയാണോ ഒക്കെ ഈ ക്യാരക്ടറെ എൻ്റെ മനസ്സിൽ ബിൽഡ് ചെയ്തെടുത്തത്. ഇതൊക്കെ നമ്മൾ ഒരു റീഡർ സിനിമ കാണുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ടപ്പൻ ഒരു ബുക്ക് സിനിമയായതാണ്. ഫ്രാൻസിസ് നറോണയുടെ തൊട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറി സിനിമയായതാണ്. അതും വളരെയധികം സെലിബ്രേറ്റഡ് ആയിരുന്ന ഒരു നോവലാണ്. എൻ്റെ കഥാപാത്രം സാറക്കൊച്ച് കുറേ ആൾക്കാർ വായിച്ച് ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സിലൊരു സാറക്കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പുസ്തകം തന്നെ ഞാൻ വായിക്കുമ്പോഴും നിങ്ങൾ വായിക്കുമ്പോഴും നമ്മുടെ വേറെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ വിലായത്ത് ബുദ്ധ പോലത്തെ ഒരു പുസ്തകം എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിൽ എത്രയൊക്കെ ചൈതന്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ബുക്ക് എഴുത്തിനെ മറികടക്കാൻ ഒരു സിനിമ, ഏതൊരു സിനിമയ്ക്കും എനിക്കറിയില്ല, അതിനെ വെല്ലുവിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം റൈറ്റിങ്ങിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റില്ല അവിടെ. യു ക്യാൻ റൈറ്റ് എനിത്തിങ്, യു ക്യാൻ റൈറ്റ് ആൻഡ് ക്രിയേറ്റ് എനിത്തിങ്. അതുപോലെ തന്നെ ഇമാജിനേഷനും ലിമിറ്റില്ല. ആ എഴുതുന്ന വായിക്കുമ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. എൻ്റെ ഇമാജിനേഷനിലൊരു ബഡ്ജറ്റില്ല, എഴുത്തിനും ബഡ്ജറ്റില്ല. പക്ഷെ സിനിമ എടുക്കുമ്പോൾ ഒരു ബഡ്ജറ്റുണ്ട് ആൻഡ് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ഞാൻ ബുക്ക് വായിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ചൈതന്യമായിട്ട് കണ്ടത്. ഞാൻ രാജുവേട്ടനെയാണ് ഡബിൾ മോഹനാനായിട്ട് ഇമാജിൻ ചെയ്തത്. ഞാൻ രാജശ്രീ ചേച്ചീനെയാണ് ചെമ്പകമായിട്ട് ഇമാജിൻ ചെയ്തത്. ഞാൻ ഷമ്മിച്ചേട്ടനെയാണ് ഭാസ്കരനായിട്ട് ഇമാജിൻ ചെയ്യുന്നത്. ഞാൻ അനുമോഹനെയാണ് അനി എന്ന ക്യാരക്ടറായിട്ട് ഇമാജിൻ ചെയ്യുന്നത്. കാരണം എനിക്കറിയാം ഇവരൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാത്ത റീഡേഴ്സിന് ഓബ്വിയസ്ലി നമ്മളൊന്നും ആയിരിക്കില്ലല്ലോ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുക. ബട്ട് ഞാനപ്പോൾ വിചാരിക്കായിരുന്നു ആസ് എൻ ആക്ടർ വാട്ട് ക്യാൻ ഐ ഡു? ടോക്ക് ടു ഇന്ദു ചേട്ടൻ, സിറ്റ് ആൻഡ് ടോക്ക് ടു ഇന്ദുഗോപൻ ചേട്ടനാണ് ഈ പടം, ഈ സിനിമയല്ല, ഈ കഥയ്ക്കും ഈ കഥാപാത്രങ്ങളെയും ആദ്യം മനസ്സിൽ കണ്ട ആൾ. ഈ കഥയ്ക്കും കഥാപാത്രത്തിനും ജന്മം കൊടുത്തൊരു അമ്മയാണ് ഇന്ദു ചേട്ടൻ. അപ്പോൾ എൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഇന്ദു ചേട്ടനെ ഡിസപ്പോയിൻ്റ് ചെയ്യരുത്. ഇന്ദു ചേട്ടൻ മനസ്സിൽ കണ്ടൊരു ചൈതന്യം ഞാനത് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അത് കാണാൻ പറ്റണം. അപ്പോൾ ഞാൻ കുറച്ച് സീൻസൊക്കെ ചെയ്തിട്ട് ഇന്ദു ചേട്ടൻ അത് കുറച്ച് സീൻസും റഷസും കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇതന്നെയല്ലേ നിങ്ങൾ മനസ്സിൽ കണ്ട ചൈതന്യം അല്ലേ, പ്ലീസ് പറ, അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഈവൻ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ആ റൈറ്ററിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും എന്തായിരുന്നു ഇന്ദു ചേട്ടന് വേണ്ടത്. കാരണം ആളെ എഴുതിയെടുത്തൊരു കഥ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ കഥാപാത്രത്തിനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖമായിരിക്കും ആലോചിക്കുക, എൻ്റെ ഒരു ശബ്ദമായിരിക്കും ചിലപ്പോൾ ചൈതന്യത്തിന് ഇത്. ഇപ്പോൾ ഹാരി പോട്ടർ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡാനിയൽ റാഡ്ക്ലിഫിൻ്റെ മുഖമല്ലേ വരുള്ളൂ, വേറെ ഒന്നും നമുക്കിനി ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ എനിക്കത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ആ ചാലഞ്ചിലുമുണ്ട് കേട്ടോ ഒരു നമുക്ക് ആ നമ്മൾ ലൈറ്റ്ലി എടുക്കില്ല, നമ്മൾ തീരെ ലൈറ്റ്ലി എടുക്കില്ല. സിനിമ മാത്രം ഒരു സീൻ പോലും നമ്മൾ ലൈറ്റ്ലി എടുക്കില്ല. ആൻഡ് ഇന്ദു ചേട്ടൻ്റെ കൂടെ സംസാരിച്ച് അത് മനസ്സിലാക്കി പിന്നെ ക്യാരക്ടർ ചെയ്ത് വീണ്ടും പോയി ചോദിക്കുക. ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ആക്ടറിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്.